ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിലിൻ്റെ ക്യാപ്പാണത്. ഇതുപോലെയുള്ള ബോട്ടിൽ ക്യാപ്പ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഏകദേശം ഒരു 10-13 ടിപ്സ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഒട്ടും സമയം കളയാതെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോൺ ഇതുപോലെ കൊണ്ടുവെക്കാറുണ്ട്. എന്നാൽ ചില സമയത്ത് ഫോൺ അവിടെ നിൽക്കുകയും ചെയ്യും, ചില സമയത്ത് ഇതുപോലെ വീണ് പോവുകയും ചെയ്യും. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ അതില്ലാണ്ട് ഇരിക്കാനായിട്ട് നമുക്കിതുപോലെ 2 ലിഡ് ഉണ്ടെങ്കിൽ കിഡിലൻ ഫോൺ സ്റ്റാൻഡ് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ഫ്രൂട്ടിയുടെ ചെറിയൊരു ലിഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കൊരു ഗ്യാപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ വീണ്ടും നമ്മൾ ആദ്യം കട്ട് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് അകത്തി കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറുവശവും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സർക്കിൾ കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തുള്ള ആ ഒരു ഭാഗം കൂടി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ കത്തി വെച്ചിട്ട് ആ ഒരു ഭാഗം കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഫോണ് കറക്റ്റായിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഉൾവശത്തുള്ള ആ ഒരു സർക്കിളിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് വലിപ്പമുള്ളൊരു ലിഡാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലിഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു വലിയ ലിഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കുഞ്ഞ് ലിഡൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെക്സ് കിക്ക് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഫ്ലെക്സ് കിക്ക് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണിൽ ഇഷ്ടമുള്ള വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം ആ ഒരു ഗ്യാപ്പിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. നമുക്കിതിൽ വെച്ചതിന് ശേഷം ഇഷ്ടമുള്ള വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫോണിൽ പ്ലേ ചെയ്തതിന് ശേഷമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിത് നീക്കുകയും ചെയ്യാം. ഒരു കുഴപ്പമില്ല കേട്ടോ. താഴെ വീഴുന്നുള്ള പേടിയോ അതല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഫോണിലേക്ക് ആവും എന്നുള്ള ടെൻഷനൊന്നും ഇല്ലാതെ സേഫായിട്ട് തന്നെ നമുക്ക് വീഡിയോസ് കാണാനും നമ്മുടെ പണികൾ എടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഫോൺ സ്റ്റാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഇനി ഞാൻ ഒരു കുഞ്ഞു മെഴുകുതിരി എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബോട്ടിലിൻ്റെ ലിഡിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മെഴുകുതിരി കത്തിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേറൊരു ലിഡാണ് എടുത്തിട്ടുള്ളത്. അത് ആ ഒരു മെഴുകുതിരിയിലേക്ക് ടച്ച് ചെയ്യാതെ തന്നെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതുപോലെ ഒരു സർക്കിൾ ഷേപ്പിലാണ് കേട്ടോ ഞാനിതിങ്ങനെ ചൂടാക്കി കൊടുക്കുന്നത്. അതിൻ്റെ ചൂട് എല്ലാ വശത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മളിതുപോലെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു യൂസേജുള്ളൊരു കിഡിലൻ ഐറ്റം തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഒന്ന് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തതും ഞാൻ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ നല്ല യൂസ്ഫുള്ളും ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു ലിഡും നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പുറത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതായത് എനിക്ക് ഒന്നുകൂടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓയിൽ ക്യാനിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഓയിൽ നമുക്ക് വേസ്റ്റായി പോവാതെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ മെഴുകുതിരിക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ആ ഇറക്കി വെച്ചിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ലിഡിനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അപ്പോൾ കുഞ്ഞു മെഴുകുതിരിക്കാവുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും ആ ഒരു മെഴുകുതിരി പുറത്തേക്ക് വേസ്റ്റായിട്ട് പോവുകയോ അതല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലോ മേശയിലോ ഒന്നും ഉരുകി ഒലിച്ച് വൃത്തികേടാവുകയില്ല. ആ ഒരു ലിഡൊന്ന് മാറ്റി കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ ഉരുകി ഒലിക്കുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാനൊരു കുഞ്ഞ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഈ ഒരു നെക്ക് പോർഷൻ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഓർഗനൈസർ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 രീതിയിലാണ് ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഫസ്റ്റ് രീതിയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഈ ഒരു ബോട്ടിലിൻ്റെ നെക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം സാൻഡ് പേപ്പറിൽ വെച്ചിട്ട് ഒരച്ചിട്ട് അതിൻ്റെ മൂർച്ചയൊക്കെ ഒന്ന് കുറച്ചെടുക്കുന്നുണ്ട്. ഞാനിത് അഴിച്ച് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ജാമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നൊരു പാത്രം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതിൻ്റെ ഈ റൗണ്ടിലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കത്തിയൊക്കെ ചൂടാക്കിയിട്ട് റൗണ്ടായിട്ടുള്ള ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള പാത്രം ഇല്ല എങ്കിൽ ബോട്ടിലിൻ്റെ ഫ്ലാറ്റായി കിടക്കുന്ന ഭാഗമല്ലേ, അതായാലും മതി. എന്നിട്ട് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലും അതുപോലെ രണ്ടെണ്ണത്തിലും പ്ലസ് കിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോഴേക്കും നമുക്കത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി ഈ ബാലൻസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതാ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കിടിലൻ കുഞ്ഞു ഓർഗനൈസർ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇനി നമ്മുടെയൊക്കെ കുഞ്ഞു മക്കൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമുക്ക് ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്ത് വിടേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് മക്കളുടെ ബാഗിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ഗുളിക പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. എന്നാൽ ഇതുപോലെയുള്ള കുഞ്ഞു ഓർഗനൈസറിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സേഫായിട്ട് തന്നെ ടാബ്ലറ്റ്സ് അവിടെ കിടക്കും. ഇനി ടാബ്ലറ്റ്സ് മാത്രമല്ല, കുഞ്ഞു മക്കളുടെ ഇയറിങ്സ്, സേഫ്റ്റി പിന്ന്, പേൾസ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ടാമത്തെ രീതിയിൽ ഓർഗനൈസർ ഉണ്ടാക്കുന്ന രീതിയാണ്. അതിനായിട്ട് ഞാൻ കോളയുടെ ബോട്ടിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു നെക്ക് പോർഷൻ കുറച്ചുകൂടെ നമുക്ക് ലെങ്തി ആയിട്ട് കിട്ടും. ഇനി ഇതുപോലെയുള്ള ഒരു ബോട്ടിലിൻ്റെ ലിഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഇതൊരു ഓർഗനൈസറായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്തിട്ട് കുഞ്ഞു മക്കളുടെ ഇയറിങ്സൊക്കെ ഇതുപോലെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ സേഫായിട്ട് തന്നെ നമുക്ക് യാത്രയ്ക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ബോട്ടിലിൻ്റെ ലിഡൊക്കെ ആരും കളയാതെ ഈ ഒരു ടിപ്പൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഞാനൊരു വൈറ്റ് ലിഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാനിതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ടൂത്ത് പിക്ക് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പ്ലസ് കിക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമുക്കൊരു കിടിലൻ സ്പൂൺ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്പൂണുകൾ നമുക്ക് മസാലകളിലൊക്കെ മെഷർമെൻറ്റിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ലിഡ് വെച്ചിട്ട് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് കിടിലൻ എഗ് ട്രേ ആണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മിഠായി ബോക്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള മിഠായി ബോക്സ് ഒക്കെ ഇല്ലെങ്കിൽ മൊബൈൽ ബോക്സ് എടുത്താലും മതി. അപ്പോൾ ഞാനിതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് 4 എണ്ണമാണ്. ഇപ്പോൾ 6 എണ്ണമൊക്കെ നമുക്കിതിൽ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നുകൂടി വിസ്താരമുള്ളതാണെങ്കിൽ 12 എണ്ണം വരെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 4 എണ്ണമാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ എഗ്ഗ് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരേ സമയം നമുക്ക് ഒത്തിരി എഗ്സ് കീപ്പ് ചെയ്യാൻ പറ്റുമേ. ഇനി മിക്സിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. മിക്സിക്കൊക്കെ ഇതുപോലെ 4 വാഷറുകൾ ഉണ്ടാവും നമുക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് നീക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതല്ലെങ്കിൽ വെള്ളമൊക്കെ ആവുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ 4 ബോട്ടിലിൻ്റെ ലിഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് നീക്കാനും വെള്ളമൊക്കെ ആവുമോ എന്നുള്ള ടെൻഷനൊന്നും ഇല്ലാതെ മിക്സി കീപ്പ് ചെയ്യാനും പറ്റും കേട്ടോ. ഇനി മിക്സി മാത്രമല്ല, കുഞ്ഞ് ടേബിളൊക്കെ ഇട്ടിട്ട് നമ്മൾ ടേബിളൊക്കെ വലിക്കുന്ന സമയത്ത് നിലത്തൊക്കെ പാട് വീഴാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ടേബിളിൻ്റെ കാലിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിലത്തിന് പരിക്ക് പറ്റാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ലിഡ് വെച്ച് കൊടുക്കുന്നത് ഗ്യാസ് സ്റ്റൗവിനാണ് കേട്ടോ. ഗ്യാസ് സ്റ്റൗവിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് കൈ കടത്തിയിട്ട് തുടച്ചെടുക്കാനൊക്കെ നല്ല പാടായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ് ഇതുപോലെ ഓരോ ലിഡ് ഓരോ ലെഗിലും ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഹൈറ്റായിട്ട് കിട്ടും. ഇനി ആ ഒരു ലിഡ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് തുടച്ചെടുക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ ഓരോ ലിഡും കൂടി ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി ഇതുപോലെയുള്ള പാക്കറ്റ് പൊടികളൊക്കെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന പൊടി ഇതുപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ ഒത്തിരി പൊടി വേസ്റ്റായിട്ട് പോവാറുണ്ട്. അതല്ലെങ്കിൽ പ്രാണികളൊക്കെ കയറിയിട്ട് കേടുവന്ന് പോവാറുണ്ട്. അത് രണ്ടും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ്. അതിനായിട്ട് ഞാനൊരു ബോട്ടിലിൻ്റെ നെക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാക്കറ്റിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ബാലൻസ് വരുന്ന പോർഷൻ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തതിന് ശേഷം ആ ഒരു കവറും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ താഴെ വീഴുന്ന സമയത്ത് പൊടി വേസ്റ്റായിട്ട് പോവുകയോ അതല്ലെങ്കിൽ പ്രാണികൾ കയറിയിട്ട് കേടാവുകയോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് 2 റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല പൊടി എടുക്കുകയാണെങ്കിലൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാനും പറ്റും. ഞാനിത് 5 ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. കത്തി ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും കത്തി ചൂടാക്കിയിട്ട് ആ ഒരു വശത്ത് നിന്നിട്ട് തന്നെ ഞാൻ ഇതുപോലെ എന്നിട്ട് കുഞ്ഞ് ഗ്യാപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 5 എണ്ണം ഈ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടാമത്തത് കുറച്ചുകൂടെ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. മഴക്കാലത്തൊക്കെ നമ്മൾ തുണി ഉണക്കാനിടുന്ന സമയത്ത് പലപ്പോഴും തുണിയൊക്കെ താഴെ വീണ് ചെളിയൊക്കെ ആവാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ തുണി ഇതുപോലെ നിവർത്തി ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ, അത് ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തുണി താഴെ വീഴില്ല. നമ്മളിതുപോലെ ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചിക്കിയിടുന്ന അഴലിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ട് വേണം ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം തുണിയൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു തുണി വലിക്കുന്ന സമയത്ത് പോലും ആ ഒരു തുണി താഴെ വീഴണേ ഇല്ല. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ബ്രെഡൊക്കെ വാങ്ങി നമ്മൾ യൂസ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന ബ്രെഡ് പെട്ടെന്ന് തന്നെ പൂപ്പിൽ വന്ന് പോവാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ബ്രെഡിൻ്റെ കവറുണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക. അതിന് ശേഷം ഒരു ബോട്ടിലിൻ്റെ നെക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുക. ഇത് ഒത്തിരി ബാലൻസ് ഉള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കുറച്ച് മാത്രം ബാക്കിയാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് ബാലൻസ് ആക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് ആ ഒരു ലിഡൊന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും അതിലേക്ക് കയറിയിട്ട് ബ്രെഡൊന്നും പൂത്ത് പോവില്ല. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാൻ ഞാനൊരു കുഞ്ഞ് പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല രീതിയിൽ തന്നെ പൊട്ടിയിട്ടുണ്ട്. ഇതുപോലെ പൊട്ടിയ പാത്രമൊക്കെ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ്. ഇനി ഇതുപോലെ പൊട്ടിയ പാത്രങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പുതിയതൊന്നും വാങ്ങി ക്യാഷ് കളയാതെ പൊട്ടിയ പാത്രം തന്നെ നമുക്ക് ലെവലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം നമ്മൾ പൊട്ടിയ പാത്രം എടുത്തതിന് ശേഷം പൊട്ടിയിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ പപ്പടക്കോലിലൊരു ലിഡ് ഇതുപോലെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ലിഡ് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം പൊട്ടിയ ഭാഗത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വശം നമുക്ക് നല്ല രീതിയിൽ തന്നെ പൊട്ടൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞ് ലിഡുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെയുള്ള ബോട്ടിലുകളൊക്കെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ലിഡൊന്നും വലിച്ചെറിയാതെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.